ജൂലൈ മാസം 7-ാം തീയതി സഭ ദശാംശ സമർപ്പണ ഞായറാഴ്ചയായി വേർതിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവിധ തരത്തിലുള്ള ദശാംശ സമർപ്പണങ്ങളെക്കുറിച്ചും സാമ്പത്തിക സമർപ്പണങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ 3 തരത്തിലുള്ളതായ ദശാംശ സമർപ്പണം നിർവഹിക്കണമെന്നാണ് യഹോവയായ ദൈവം തൻ്റെ ഭക്തരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ആദ്യ ദശാംശം. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യമനുസരിച്ച് നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ ദശാംശ സമർപ്പണം പെരുന്നാൾ ദശാംശമാണ്, ദ ഫെസ്റ്റിവൽ ടൈപ്പ്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആണ്ടുതോറും യെരുശലേമിലേക്ക് പെരുന്നാളിനായി പോകത്തക്ക വിധത്തിൽ അവർക്ക് സ്വന്തം ദേശത്ത് അവർ മാറ്റിവെച്ചതായിട്ടുള്ള മൃഗങ്ങളെയും മറ്റും വിറ്റ് ആ തുകയുമായി പട്ടണത്തിൽ ചെന്ന് അവിടെ ആടിനെയോ മാടിനെയോ വാങ്ങി അവിടെ വെച്ച് തിന്ന് പെരുന്നാൾ ആഘോഷിച്ച് സന്തോഷിക്കണം എന്ന് പറയുന്നു. മൂന്നാമത്തെ സമർപ്പണം ദരിദ്രർക്കായിട്ടുള്ള ദശാംശമാണ്, ദ പുവർ ടൈത്ത്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും വന്ന് തിന്ന് തൃപ്തരാകുവാൻ വേണ്ടി 3 വർഷത്തിലൊരിക്കൽ സംഗ്രഹിക്കുന്നതാണ് ഈ തുക. പുതിയ നിയമത്തിലും അനേകമിടത്ത് ദാനധർമ്മത്തിൻ്റെയും ദശാംശ സമർപ്പണത്തിൻ്റെയും ആവശ്യകത എടുത്ത് പറയുന്നുണ്ട്. ആദിമ ക്രിസ്തീയ സമൂഹം ദാനങ്ങളുടെ കാര്യത്തിൽ ശ്രേഷ്ഠവും ഉദാത്തവുമായ ഒരു മാതൃകയാണ് പിന്തുടർന്നു വന്നിരുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞിരുന്നില്ല, സകലതും അവർക്ക് പൊതുവായിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തവും ഇതര സമൂഹങ്ങളിൽ നിന്നും തുലവും വിഭിന്നവുമായിട്ടുള്ള ഒരു രീതി സാമൂഹ്യ ക്രമങ്ങളിൽ പാലിച്ചവരായിരുന്നു യേശുവിനെ അനുധാവനം ചെയ്തിരുന്നവർ എന്ന് അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സഭ 4 വേദഭാഗങ്ങളാണ് ചിന്തയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും, അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം പാഠഭാഗമായും, ഫിലിപ്പിയ ലേഖനം 4:10 മുതൽ 20 വരെ ശ്ലീഹ ഭാഗമായും, വിശുദ്ധ ലൂക്കോസ് 16:10 മുതൽ 31 വരെ ഏവൻഗേലിയൻ ഭാഗമായിട്ടും നിശ്ചയിച്ചിരിക്കുന്നു. സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദശാംശ സമർപ്പണം, മനഃപൂർവ്വമായി ദാനം ചെയ്യുക എന്നുള്ളതാണ്. ചൈൽഡ് ഗിവിംഗ്, എ ഗിവിംഗ് ഫ്രം ഹാർട്ട്. ഈ വിഷയത്തെയും ഈ വേദഭാഗത്തെയും അടിസ്ഥാനപ്പെടുത്തി ഇന്ന് വായിക്കുന്ന വേദഭാഗത്തിലെ അല്ലെങ്കിൽ അനന്യാസ് സഫീറ സംഭവത്തിലെ ദൈവശാസ്ത്ര സംബന്ധമായതും സാമൂഹികപരമായിട്ടുള്ളതും ധാർമ്മികപരമായിട്ടുള്ളതുമായ ചില ചിന്തകളെ അവരുമായി പങ്കുവയ്ക്കണം എന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ദൈവവിശ്വാസികളുടെ ദാനധർമ്മ രീതികൾ, ദ സ്റ്റൈൽ ആൻഡ് വേ ഓഫ് ബിലീവേഴ്സ് ഇൻ ഗിവിംഗ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവജനം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നതാണ്. സങ്കീർത്തനത്തിൽ 109:1 ഇപ്രകാരം, അല്ലെങ്കിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് പറയുന്നത്: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ദൈവം തൻ്റെ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. അത് സത്യസന്ധതയുടെയും വിശുദ്ധിയുടെയും സുതാര്യമായ ഒരു സ്വഭാവ രീതിയാണ്. കപടതയും കാപട്യവും യഹോവയായ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഈ സംഭവത്തിൽ അനന്യാസും സഫീറയും ഈ ഒരു നിരീക്ഷണ പരിധിയിൽപ്പെടുന്നവരും ഈ ഒരു മാനദണ്ഡത്തിൽ ജീവിക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരുമാണ്. ഈ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് യേശു സമൂഹത്തിൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുണ്ട്.
അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സമ്പത്ത്, വസ്തുവകകൾ ഇവ വിറ്റ് കിട്ടുന്ന തുക കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ കാൽക്കൽ വെക്കുകയാണ്. ഒരു പൊതു വളർച്ചയും പൊതു നന്മയുമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ കപട നാടകം ഇവിടെ അരങ്ങേറുന്നത്. പത്രോസ് അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ്. നിന്റെ വസ്തു വിൽക്കും മുൻപും നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. ഈ ദാനത്തിന്റെ പിന്നിലെ പ്രഹസനം അത് അപ്പോസ്തലന്മാർക്ക്, പ്രത്യേകിച്ചും പത്രോസിന് ഉൾക്കൊള്ളാവുന്നതിലധികമാണ്. യേശു ശിഷ്യന്മാർ അവർക്കുണ്ടായിരുന്ന ഉപജീവന മാർഗങ്ങൾ ഉപേക്ഷിച്ചവരാണല്ലോ. ക്രിസ്തുവിന്റെ ആടുകളെ മേയ്ക്കുവാനായി സർവ്വതും വെടിഞ്ഞ് ഉപേക്ഷിച്ചവർ. ഈ സമൂഹത്തിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടാകരുത്. രണ്ടാമതായി വേദഭാഗം പറയുന്നത് ദാനധർമ്മങ്ങളിലെ സാമൂഹിക ദർശനങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 4:32 പറയുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞിരുന്നില്ല. ആദിമ ക്രൈസ്തവ സമൂഹം വലുപ്പച്ചെറുപ്പമില്ലാതെ ഒരു പരസ്പര സഹായമായ സംഘമായി വളർന്നവരാണ്. പൊതുവായ ഒരു വിതരണ ക്രമമായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യം. സഹജീവികളോടും ദൈവത്തോടും ഒരുപോലെയുള്ള മനോഭാവമാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത്. സത്യസന്ധതയാണ്, വിശ്വസ്തതയാണ്, സുതാര്യതയാണ് ആ സമൂഹം നിലനിന്നു പോകുന്നതിന്റെ അടിത്തറയായി പരിഗണിച്ചു വന്നത്. വിശക്കുന്നവന് ആഹാരം ലഭിക്കത്തക്ക വിധത്തിലുള്ള തുല്യമായ ഒരു സന്ധാരണ ക്രമീകരണമായിരുന്നു അവർ ചെയ്തു വന്നിരുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 4:34 പറയുന്നു, മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഇങ്ങനെ ഒരു സമൂഹമായിട്ട് ജീവിക്കണമെങ്കിൽ, ഇങ്ങനെ തങ്ങൾക്കുള്ളത് നൽകണമെങ്കിൽ, ഇങ്ങനെ പരസ്പരം പെരുമാറുകയും കരുതുകയും ചെയ്യണമെങ്കിൽ ധാരാളം ദൈവകൃപ ആവശ്യമാണ്. അവരനെ അറിയുന്ന, അവന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്ന ദൈവകൃപ ഇന്ന് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവകൃപയെ നാം പരിഗണിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഒരു പ്രതിബദ്ധതയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ കടക്കലാണ് ഈ ദമ്പതികൾ ഇപ്പോൾ കോടാലി വച്ചിരിക്കുന്നത്. ഇരിക്കുന്ന കുമ്പ് മുറിക്കുന്നവർ. ഇരിക്കുവാൻ തുടങ്ങുന്നവന്റെ പുറകിൽ നിന്നും കസേര വലിച്ചു മാറ്റി താഴെ തെള്ളിയിടുന്ന ചതിവിന്റെ രീതികൾ. കൂടെ നടക്കുന്നവന്റെ കുതികാലിൽ ചവിട്ടുന്നവർ. സഹോദരനെ ചുംബനം കൊണ്ട് കുറ്റിക്കൊടുക്കുന്നവർ. അവർ ഈ സംഘത്തിൽ തുടരുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് പടുത്തുയർത്തിയ സംഘത്തിന്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനങ്ങളാണ്. ഇതിനോടാണ് പത്രോസ് ലീഹ പ്രതികരിക്കുന്നത്. മൂന്നാമതായി സമ്പത്തിനോടും ദാനധർമ്മങ്ങളോടുമുള്ള ഒരു മനോഭാവം നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാം. സ്വത്തിന്റെ ഉടമസ്ഥാവകാശത്തെ അപ്പോസ്തലന്മാർ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ദാനതർപ്പണത്തിനായി അവർ വന്നപ്പോൾ കാട്ടിയ രീതിയാണ് പത്രോസ് നിരൂപണ വിധേയമാക്കുന്നത്. ഭാര്യയോടും ഭർത്താവിനോടും പത്രോസിന്റെ ചോദ്യം ഇപ്രകാരമാണ്, അത് വിൽക്കും മുൻപ് നിന്റേതായിരുന്നില്ലയോ? പത്രോസ് മനനൊന്താണ് തുടർന്നുള്ള വാക്കുകൾ പറയുന്നത്. മനുഷ്യരോടല്ല, ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചത്. സത്യവും ചതിവും വിശ്വസ്തതയും വഞ്ചനയും ഒരു മത്സരം ആണ് ഇവിടെ നടത്തുന്നത്. ഈ മത്സരത്തിൽ വഞ്ചന വിശ്വസിക്കുന്നു. ആലോചനയും നിലപാടും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇവിടെ നടക്കുന്നത്. ഒടുവിൽ ആലോചന നിലപാടിനെ അല്ലെങ്കിൽ മനസാക്ഷിയെ കീഴ്പ്പെടുത്തുന്നു. സ്വാർത്ഥതയും പ്രതിബദ്ധതയും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒടുവിൽ സ്വാർത്ഥത പ്രതിബദ്ധതയെ കീഴ്പ്പെടുത്തി കളയുന്നു. ഈ സംഭവം നമ്മളോട് പറയുന്നത് എന്താണ്? വിശുദ്ധ ലൂക്കോസ് 12-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്, ഫോർ unto whomsoever much is given, of him shall be much required. 1 കൊരിന്ത്യർ 4:7 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഞാൻ എൻ്റെ വാക്കുകളെ സംക്ഷിപ്തമാക്കുകയാണ്.
ലോകത്തിൽ ചില വ്യക്തിത്വങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 48 സ്വാധീനിച്ച് ജീവിച്ചവർ. അതൊന്ന് USA ഖ്യാതി നേടിയതായിട്ടുള്ള ജോൺ ഡി റോക്ക്ഫെല്ലർ ആണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് വിക്കിപീഡിയയിൽ വായിച്ചാൽ മനസ്സിലാകും. താൻ നേടിയതായിട്ടുള്ള സമ്പാദ്യങ്ങൾ പൊതു നന്മയ്ക്കായി വിനിയോഗിച്ചവൻ. അനേകം യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചവൻ. ഇന്നും മൻഹാട്ടൻ സിറ്റിയിൽ റോക്ക്ഫെല്ലർ ടവർ അദ്ദേഹത്തിന്റെ ഓർമ്മയായി സ്മാരകമായി നിലകൊള്ളുന്നു. ആൽബർട്ട് ഷ്വൈറ്റ്സർ ആഫ്രിക്കയിലെ ഗാബോണിൽ മിഷണറി ഡോക്ടർ എന്ന നിലയിൽ ജനസേവനം നിർവഹിച്ചയാളാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ചതും ഈ വാക്യമാണ്. അറിയപ്പെട്ട ദൈവശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, സംഗീതജ്ഞൻ, എഴുത്തുകാരൻ, നോബൽ സമ്മാന ജേതാവ്. നമ്മുടെ ഭാരതത്തിൽ വന്ന് അഗതികളുടെ അമ്മയായി ജീവിച്ച മദർ തെരേസയും ഈ വാക്യത്താൽ പ്രചോദനം ഉൾക്കൊണ്ട മഹതിയാണ്. ഉപവികളുടെ സഹോദരി അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന ഒരു സംഘടന സ്ഥാപിച്ച് അനേകം ജീവിതങ്ങളെ ജീവിതത്തിന്റെ വഴിത്താരയിലേക്കും നിത്യ ജീവിതത്തിന്റെ അനുഭവത്തിലേക്കും കൊണ്ടുപോയവൾ. നോബൽ സമ്മാനം ലഭിച്ച മഹതി. കൂടുതലായി വിവരിക്കേണ്ടതില്ലല്ലോ. ഇവരെയെല്ലാം സ്വാധീനിച്ച വാക്യമാണിത്. അധികം ലഭിച്ചവനിൽ നിന്ന് ദൈവം അമിതമായി പ്രതീക്ഷിക്കുന്നുണ്ട്. ജീവിതം കൊണ്ട് ദൈവത്തിന് ദാനമായി തീർന്നവരാണ് ഈ പേര് പറയപ്പെട്ടവർ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവവിശ്വാസികളുടെ ദാനധർമ്മ രീതികൾ എപ്രകാരമായിരിക്കണം? ദാനധർമ്മങ്ങളിലെ സാമൂഹിക ദർശനങ്ങൾ എന്തായിരിക്കണം? സമ്പത്തിനോടും ദാനധർമ്മത്തോടുമുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഒരു കൺവെൻഷൻ ഗീതങ്ങൾ നാം ഇപ്രകാരം പാടുന്നുണ്ടല്ലോ: എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. അതെ, നമ്മളുടെ ജീവിതത്തിൽ ലഭിച്ച ജീവനും ജീവിതവും ജീവനിയോഗങ്ങളും എല്ലാം തന്നെ ദൈവത്തിൻ്റെതാണ്. നമ്മളിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ചപ്പോൾ അത് പൊതു നന്മയ്ക്കായി വിനിയോഗിക്കുവാനായിട്ടുള്ളതാണ്. ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.